Everyone, today we are going to talk about the function of cerebellum in overall motor control. Okay, uh, the module is module 3 and the chapter is 3.3, the function of cerebellum in overall motor control. Okay, we have already discussed about the cerebellum in the seminars, and cerebellum is the part of the brain which is associated with the control of motor functions and balancing. And we have already discussed about the cerebellum and its motor function and anatomical functional areas of the cerebellum. If we are recalling, the anatomical functional area of cerebellum include 3 lobes: the anterior lobe, the posterior lobe, the flocculo-nodular lobe. Okay, and this is the picture. The lobe in the bottom side is known as flocculo-nodular lobe. There we can see a part called vermis. The vermis is a longitudinal part which is a narrow band. Okay, and there both sides there is lateral zone, and the part near the vermis is known as the intermediate zone. Okay, and we can also see the anterior lobe on the top side and posterior lobe on the side. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഫങ്ഷണൽ അനാറ്റമിക്കൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഫങ്ഷൻ ഓഫ് സെറിബെല്ലം ഇൻ ഓവറോൾ മോട്ടോർ കൺട്രോൾ ആണ്. അപ്പോൾ അതിനെ സെറിബെല്ലത്തിനെ ജസ്റ്റ് പറഞ്ഞാണ്. സെറിബെല്ലം എന്തിട്ടാന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ സെമിനാർസിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് സെറിബെല്ലത്തിൻ്റെ ഓവറോൾ മോട്ടോർ കൺട്രോളിൽ എങ്ങനെയാണ് സഹായിക്കുന്നത്. നമുക്ക് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പടത്തിനെ വെച്ച് പറഞ്ഞതാണ്. സെറിബെല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റീരിയർ ലോബ് ഉണ്ട്, ഒരു പോസ്റ്റീരിയർ ലോബ് ഉണ്ട്. അത് ഈ പടം കണ്ട മുകളിലത്തെ ഭാഗം ആൻറ്റീരിയർ ലോബ്, അടിയത്തെ ഭാഗം പോസ്റ്റീരിയർ ലോബ്, പിന്നെ അടിയിലൊരു ഫ്ലോക്കുലോ-നോഡുലാർ ലോബ്. ഓക്കെ, അങ്ങനെ 3 ലോബാണുള്ളത്. നടുക്കൊരു വെർമിസ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്. ബാൻഡിൻ്റെ 2 സൈഡിലുള്ള ലോബിൻ്റെ പാർട്ടിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സോൺ എന്ന് വിളിക്കും, 2 അറ്റത്തെ പാർട്ടിനെ നമ്മൾ ലാറ്ററൽ സോൺ എന്ന് വിളിക്കും. ഓക്കെ, ഇത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്നിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോണത് ഫങ്ഷൻ ഓഫ് സെറിബെല്ലം ഇൻ ഓവറോൾ മോട്ടോർ കൺട്രോൾ. ഓക്കെ, അതിനെ പറ്റിയാണ് പറയണത്. ദ നെർവസ് സിസ്റ്റം യൂസസ് ദ സെറിബെല്ലം ടു കോർഡിനേറ്റ് മോട്ടോർ ഫങ്ഷൻ അറ്റ് 3 ലെവൽസ്. 3 ലെവലിലാണ് നമ്മളെ മോട്ടോർ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യണത്. ഒന്ന് ദ വെസ്റ്റിബുലോ സെറിബെല്ലം, രണ്ടാമത്തെ സ്പൈനോ സെറിബെല്ലം, മൂന്നാമത്തെ ദ സെറിബ്രോ സെറിബെല്ലം. ഓക്കെ, ഇങ്ങനെ മൂന്ന് ഇതിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മോട്ടോർ കൺട്രോളിനെ സെറിബെല്ലം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ആളാണ് വെസ്റ്റിബുലോ സെറിബെല്ലം. വെസ്റ്റിബുലോ സെറിബെല്ലത്തിൽ കൺസിസ്റ്റ് ചെയ്യണത് ഏറ്റവും അവസാനമായിട്ട് വായിക്കണം 1 വെച്ച്. വെസ്റ്റിബുലോ സെറിബെല്ലം ഇറ്റ് കൺസിസ്റ്റ് പ്രിൻസിപ്പളി ദ സ്മോൾ ഫ്ലോക്കുലോ-നോഡുലാർ സെറിബ്രൽ ലോബ്സ് ആൻഡ് അഡ്ജസൻറ്റ് പോർഷൻ ഓഫ് ദ വെർമിസ്. ഓക്കെ, അതായത് നമ്മൾ ഈ പിക്ചർ നോക്കിയാൽ കാണാം. ഇതിൽ പെടേണ്ടത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്മോൾ ഫ്ലോക്കുലോ-നോഡുലാർ സെറിബ്രൽ ലോബ്സ് ദാറ്റ് അണ്ടർ ദ പോസ്റ്റീരിയർ സെറിബെല്ലം. പോസ്റ്റീരിയർ സെറിബെല്ലത്തിൻ്റെ താഴെയുള്ള ഈ ഫ്ലോക്കുലോ-നോഡുലാർ ലോബില്ലേ, ഓക്കെ, ആ ചെറിയ ഫ്ലോക്കുലോ-നോഡുലാർ ലോബും അതുമാതിരി തന്നെ വെർമിസിൻ്റെ അഡ്ജസൻറ്റ് പോർഷൻ, നമ്മൾ ആ പടത്തിൽ നോക്കിയാൽ കാണാം. വെർമിസിൻ്റെ അടിഭാഗം കണ്ട വൾവ എന്ന് എഴുതിയ ഭാഗമല്ലേ, അതും. അപ്പോൾ ആ 2 ഭാഗങ്ങളാണ് ഇതിൽ പെടുന്നത് വെസ്റ്റിബുലോ സെറിബെല്ലം. വെസ്റ്റിബുലോ സെറിബെല്ലം എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂറൽ സർക്യൂട്ട് ഫോർ മോസ്റ്റ് ഓഫ് ദ ബോഡീസ് ഈക്വിലിബ്രിയം മൂവ്മെൻറ്റ്. നമ്മുടെ ബോഡിയിൽ ഈക്വിലിബ്രിയം മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ന്യൂറൽ സർക്യൂട്ട് തരുന്നവരാണ് ഒരുക്കുക. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ബോഡി നിൽക്കില്ല, നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തിട്ടില്ല, അപ്പോൾ ഈക്വിലിബ്രിയത്തിന് വേണ്ടി സഹായിക്കണവരും വരും. രണ്ടാമത്തെയാണ് സ്പൈനോ സെറിബെല്ലം. ഇനി നമ്മൾ പറയണം സ്പൈനോ സെറിബെല്ലത്തിൽ ഏതൊക്കെ പാർട്സ് പെടുന്നുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് മോസ്റ്റ് ഓഫ് ദ വെർമിസ് ഓഫ് ദ പോസ്റ്റീരിയർ പാർട്ടിലെ മോസ്റ്റ് ഓഫ് ദ വെർമിസും ഓഫ് ദ പോസ്റ്റീരിയർ ആൻറ്റീരിയർ സെറിബെല്ലം. വെർമിസ് എന്ന് വെച്ചാൽ നടുക്കത്തെ ബാൻഡാണ്. ആ നടുക്കത്തെ ബാൻഡിൻ്റെ വെർമിസിൻ്റെ മോസ്റ്റ് ഓഫ് ദ വെർമിസ് ഓഫ് പോസ്റ്റീരിയർ ആൻഡ് ആൻറ്റീരിയർ സെറിബെല്ലം. പോസ്റ്റീരിയറിൻ്റെ ആൻറ്റീരിയർ സെറിബെല്ലത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ വെർമിസും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഇൻ്റർമീഡിയറ്റ് സോൺ. ഓക്കെ, പടത്തിൽ നോക്കിയാൽ അറിയാം, ആ വെർമിസിൻ്റെ 2 സൈഡിലും കാണുന്ന ഇൻ്റർമീഡിയറ്റ് സോൺസും ഇതിൽ പെടും. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈ രണ്ടാമത്തെ ഈ സ്പൈനോ സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ദ സർക്യൂട്ടറി ഫോർ കോർഡിനേറ്റിംഗ് മെയിൻലി മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഡിസ്റ്റൽ പോർഷൻ ഓഫ് ദ ലിംബ്. ഇങ്ങനെ ആലോചിക്കുക, വെർമിസിൻ്റെ 2 പാർട്ട് അപ്പുറത്തപ്പുറത്താണ്. അപ്പോൾ നമ്മുടെ
ലിംസിലെ ഹാൻഡ്സിനെയും ഫിംഗേഴ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യണം. അതിൻ്റെ മൂവ്മെൻറ്റിനാണ് ഈ സർക്യൂട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ വിരലുകളും കൈകളും അനങ്ങണത് കൺട്രോൾ ചെയ്യണത് ആരാ? നമ്മുടെ സെറിബെല്ലത്തിൻ്റെ ഈ സ്പൈനോ സെറിബെല്ലം എന്ന് പറഞ്ഞ ഭാഗമാണ്. നെക്സ്റ്റ് തേർഡ് വൺ ദ സെറിബ്രോ. ഓക്കെ, സെറിബ്രല്ലത്തിലുള്ളവർ ആരൊക്കെ ആയിരിക്കും? ഇപ്പോൾ നമ്മൾ ഫ്ലോക്കുലോ നോഡുലാറിൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അതിന് ശേഷം നമ്മൾ ഇൻ്റർമീഡിയറ്റ് സോണിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള ആളാര്? ഓക്കെ, അപ്പം നെക്സ്റ്റ് പാർട്ട് വരുന്നതാണ് ഏത്? സെറിബ്രോസെറിബെല്ലത്തിൽ കൺസ്റ്റിറ്റ് ചെയ്തണ പാർട്ട് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ലാറ്ററൽ സോൺസ് ഓഫ് സെറിബെല്ലാർ ഹെമിസ്ഫിയർ. ഈ സെറിബെല്ലാർ ഹെമിസ്ഫിയറിൻ്റെ രണ്ട് സൈഡിലത്തെ വലിയ ഭാഗങ്ങളില്ല, വലിയ ഭാഗം, അതിനാണ് ലാറ്ററൽ സോൺ എന്ന് പറയുക. ആ രണ്ട് ലാറ്ററൽ സോണാണ് പെടുന്നത്. ദാറ്റ് ഈസ് ലാറ്ററൽ ടു ദി ഇൻ്റർമീഡിയറ്റ് സോൺ. ഇൻ്റർമീഡിയറ്റ് സോണിൻ്റെ രണ്ട് സൈഡിലും കാണാൻ വലിയ ആ ഒരു ഡോട്ടഡ് ലൈൻ ഇല്ലേ, ഡോട്ടഡ് ലൈൻ്റെ റൈറ്റ് ഭാഗം ലെഫ്റ്റ് ഭാഗമാണ് അതിൽ പെടണത്. ഇനി ഇതിൽ ശരിക്കും ഇത് റിസീവ് ചെയ്യണത് ഇൻപുട്ട് എവിടെ നിന്നാന്ന് വെച്ചാൽ വലിയ പാർട്ടല്ലേ, വലിയ പാർട്ടായതുകൊണ്ട് ഇത് കുറേ സ്ഥലത്ത് നിന്ന് ഇതിന് ഇൻപുട്ട് കിട്ടും, കുറേ സ്ഥലത്ത് നിന്ന് ഇതിന് ഇൻഫർമേഷൻ കിട്ടും. എവിടെ നിന്നൊക്കെയാണ് കിട്ടണേ? സെറിബ്രൽ മോട്ടോർ കോർട്ടക്സ്. അതായത് സെറിബ്രൽ മോട്ടോർ കോർട്ടക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറിബ്രത്തിൻ്റെ മോട്ടോർ കോർട്ടക്സ്, അതായത് സെറിബ്രത്തിൻ്റെ വലിയ പറഞ്ഞ മോട്ടോർ കോർട്ടക്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ആൻഡ് അഡ്ജസൻറ്റ് പ്രീ മോട്ടോർ, അതിൻ്റെ അടുത്തുള്ള പ്രീ മോട്ടറും അതുമാതിരി തന്നെ സൊമാറ്റോ സെൻസറി കോർട്ടിസസ് ഓഫ് ദ സെറിബ്രം. ഓക്കെ, അപ്പോൾ സെറിബ്രത്തിൻ്റെ മൂന്ന് പാർട്ടിൽ നിന്നുള്ള ഇൻപുട്ടും മൊത്തം ആർക്കാണ് കിട്ടുന്നത്? സെറിബ്രല്ലം. അതാണ് അതിന് പേര്, സെറിബ്രല്ലം. സെറിബ്രത്തിൽ നിന്ന് ഇൻപുട്ട് കിട്ടുന്നു, അപ്പോൾ സെറിബ്രല്ലം. ഓക്കെ, ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ഔട്ട്പുട്ട്. ഇനി ഇവിടെ സെറിബ്രല്ലത്തിന് നമ്മുടെ ഇൻപുട്ട് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? സെറിബ്രത്തിൽ നിന്നാണ്. സെറിബ്രത്തിൻ്റെ മോട്ടോർ കോർട്ടക്സിൽ നിന്നും അഡ്ജസൻറ്റ് പ്രീ മോട്ടറും അതുമാതിരി തന്നെ സൊമാറ്റോ സെൻസറി കോർട്ടിസസിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി ഇവരെങ്ങോട്ടാണ് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ബാക്ക് ടു ദ ബ്രെയിൻ. അതായത് സെറിബ്രത്തിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനെ സെറിബെല്ലത്തേക്ക് എടുത്തിട്ട് സെറിബെല്ലം എന്ത് ചെയ്യും? അത് തിരിച്ച് ബ്രെയിനിൻ്റെ മുകളിലേക്കാണ്, അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പോകണേ. ഫങ്ഷനിങ് ഇൻ എ ഫീഡ്ബാക്ക് മാനർ, അതൊരു ഫീഡ്ബാക്ക് മാനറിൽ പ്രവർത്തിക്കും. വിത്ത് ദ സെറിബ്രൽ കോർട്ടിക്കൽ സെൻസോറി മോട്ടോർ സിസ്റ്റം ടു പ്ലാൻ സീക്വൻഷ്യൽ വോളണ്ടറി ബോഡി ആൻഡ് ലിംബ് മൂവ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സെറിബ്രൽ കോർട്ടിക്കൽ സെൻസറി മോട്ടോർ സിസ്റ്റമായിട്ട് കൂടി ചേർന്നിട്ട് ഒരു സീക്വൻഷ്യൽ വോളണ്ടറി ആൻഡ് ലിംബ് മൂവ്മെൻറ്റ്, വോളണ്ടറി ആയിട്ട്, അതായത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം. വോളണ്ടറി എന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണത്. അതുമാതിരി തന്നെ ബോഡിയിലെ ലിംബും മൂവ്മെൻറ്റിനെയും ഒരു ഫങ്ഷനിങ്ങിന് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയ ഔട്ട്പുട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്ലാനിങ് ദീസ് മച്ച് ആസ് 10th of the second ഇൻ അഡ്വാൻസ് ഓഫ് ദ ആക്ച്വൽ മൂവ്മെൻറ്റ്. ഒറിജിനലി ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ എനിക്കിപ്പോൾ കയ്യനക്കണം, ആ കയ്യനക്കണതിന് മുമ്പേ എൻ്റെ ബ്രെയിനിൽ എന്ത് വരും? കയ്യനക്കാൻ പോവുകയാണെന്നുള്ളൊരു അഡ്വാൻസ് ഒരു സംഭവം പ്ലാനിങ് നമ്മുടെ ബോഡിയിൽ നടക്കും. ഓക്കെ, അതായത് അത് ഒരു സെക്കൻഡിൻ്റെ 10 ഭാഗത്തിൻ്റെ ഉള്ളിൽ, ഒരു സെക്കൻഡിൻ്റെ 10 ഭാഗം എന്ന് വെച്ചാൽ എത്ര കുറവാണെന്ന് നമുക്കറിയാം. അതിനുള്ളിൽ ഈ സാധനം ഓൾറെഡി ആക്ച്വൽ മൂവ്മെൻറ്റിന് മുമ്പേ ഇത് പ്ലാൻ ചെയ്യും. ഓക്കെ, ഈ പ്ലാനിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെവലപ്മെൻറ്റ് ഓഫ് മോട്ടോർ ഇമേജിനറി ഓഫ് മൂവ്മെൻറ്റ്സ് ടു ബി പെർഫോംഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ ഇമേജിനറി. നടക്കാൻ പോണ മോട്ടോർ ആക്ടിവിറ്റീനെ നമ്മൾ എന്ത് ഇമാജിൻ ചെയ്യും. ഓക്കെ, ആ മൂവ്മെൻറ്റ്സ് നടക്കണതിന് മുമ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് നമ്മുടെ ഫങ്ഷൻ ഓഫ് ദ സെറിബെല്ലം ഇൻ ഓവറോൾ മോട്ടോർ കൺട്രോൾ. 3 പാർട്സാണ് ഉള്ളത്: വെസ്റ്റിബുലോ സെറിബെല്ലം, സ്പൈനോ സെറിബെല്ലം ആൻഡ് സെറിബ്രോ സെറിബെല്ലം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.